പുണ്യ റംസാൻ മാസം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചൊരു കാത്തിരിപ്പാണ്. കഴിഞ്ഞ 11 മാസ കാലയളവിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ തെറ്റുകളുണ്ട്, പാപങ്ങളുണ്ട്. അതെല്ലാം ഈ പുണ്യമാസത്തിൽ പടച്ചവനോട് പ്രാർത്ഥിച്ച് മാപ്പിരന്ന് പാപമോചനം നേടുന്ന ദിവസങ്ങൾ എന്ന് പറയാൻ പറ്റും. പ്രാർത്ഥനകൾ കേൾക്കുന്ന ഈ പുണ്യമാസത്തിലെ നഖ്ഹത്ത് റംലാന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സിക്രിയത്ത് റംലാൻ്റെ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബവും നമുക്ക് മലയാളികൾക്കും ഒരുപാട് നാഷണാലിറ്റീസിനും സന്തോഷ വാർത്ത, ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ആ ഒരു ഹാപ്പിനെസ് എത്തിക്കുന്ന വ്യക്തികൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ 20-ലധികം വർഷത്തോളമായിട്ട് മലയാളികളെല്ലാവരും കേട്ട് പരിചിതമായിട്ടുള്ളൊരു പേരുണ്ടായിരിക്കും, ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ് ആൻഡ് IVF സെൻ്ററിനെ കുറിച്ച്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ മാത്യു പാപ്പച്ചനും ഫാമിലിയുമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഹായ് ഡോക്ടർ. വലൈക്കും അസ്സലാം. എല്ലാ പ്രേക്ഷകർക്കും റമദാൻ കരീം. ഞങ്ങളുടെ വകയും റംലാൻ കരീം ഡോക്ടർക്കും ഡോക്ടറുടെ ഫാമിലിക്കും. അപ്പോൾ ഇതല്ലേ ഫാമിലി? ഇതാണ് എൻ്റെ ഫാമിലി. വൈഫ് ഡോക്ടർ സീന. ഡോക്ടർ സീന പീഡിയാട്രീഷ്യനാണ്. ആള് റയൻ, രണ്ടാമത്തെ മകൻ നോവ, മോള് ആൻ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവരായിട്ട് ദുബായിൽ താമസിക്കുകയാണ്. ഡോക്ടർ, ഇപ്പോൾ 1 വർഷത്തോളമായിട്ടാണ് ലൈഫ് ലൈൻ ഇവിടെ UAE ആരംഭിച്ചിട്ട്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടായിരുന്നു? കോവിഡ് കാരണം ഉണ്ടായ ഒരുപാട് ആൾക്കാരിലുണ്ടായ ചേഞ്ചസ് നമുക്കും സംഭവിച്ചു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ചെറിയൊരു ക്ലിനിക്കായിട്ട് ഷാർജയിൽ. ഡോക്ടർ ഇപ്പം മക്കളുമായിട്ട് ഇവിടെ കഴിയുകയാണ്. എങ്ങനെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വൈഫ് നമുക്ക് കൂടുതലും നമ്മുടെ വീട്ടിലെ പീഡിയാട്രീഷ്യനാണ്. വളരെ ബിസിയാണ്. ഓക്കെ. എങ്ങനെ ഈ തിരക്കെല്ലാം കൂടി മാനേജ് ചെയ്തിട്ട് കുഞ്ഞു മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടാറുണ്ടോ ശരിക്കും? വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും സമയം കിട്ടാറില്ല. ഓക്കെ ഓക്കെ. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു നല്ല ടീമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പം എനിക്ക് കുറച്ച് നേരം എൻ്റെ ഫാമിലിയോട് കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. മോന് ഉറക്കമൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവരെ ഒന്ന് മാറ്റി നിർത്തി എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിക്കാനുണ്ട് ഡോക്ടറിൻ്റെ അടുത്ത്. അതിലേക്കൊന്ന് പോയാൽ എന്തായാലും. ഓക്കെ. ഡോക്ടർ മാത്യു പാപ്പച്ചൻ്റെ വിശേഷങ്ങളോട് നമ്മൾ പോകുമായിരുന്നു. ഡോക്ടർ, പുണ്യമാസമാണ്, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കുറച്ചധികം സമയം കിട്ടുന്നുണ്ടായിരിക്കും. ഈ റംലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടറുടെ മനസ്സിലുള്ള ഏറ്റവും നല്ലൊരു ഓർമ്മ എന്താണ്? റമദാൻ നമുക്ക് ഒരുപാട് മെമ്മറീസാണ് നമുക്കുള്ളത്. അത് പഠിക്കുന്ന സമയത്താണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൈം, മെഡിസിൻ പഠിക്കുമ്പോൾ ഞാൻ അജ്മീർ ദർഗയിൽ പോയിട്ടുണ്ട്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എപ്പോഴും നമ്മളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും അവരുടെ ഏറ്റവും മെമ്മറീസ് കിടക്കുന്നത് ചൈൽഡ്ഹുഡിലായിരിക്കും, ബാല്യകാലം. അപ്പോൾ എൻ്റെ ബാല്യകാലം ഞാൻ കൂടുതലും സ്പെൻഡ് ചെയ്തത് കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അന്ന് അവിടെ എൻ്റെ ഫാദർ ഡോക്ടർ പാപ്പച്ചൻ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ വളരെ ചെറിയ കാലത്ത് നമ്മളുടെ ഫാമിലി, നമ്മൾ താമസിച്ചിരുന്നത് ഒരു പള്ളിയുടെ അടുത്താണ്. അപ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ട്. അവർ വലിയൊരു ഫാമിലിയാണ്, മുസ്ലിംസാണ്. അപ്പം നമ്മൾ വളർന്നത് മിക്കവാറും അവരുടെ വീട്ടിലാണ്. ഓക്കെ. അപ്പം നമ്മൾ ബാങ്ക് വിളിക്കുമ്പം നമ്മളും നിസ്കരിക്കും. എനിക്കൊരു തൊപ്പിയൊക്കെ ഉണ്ട്. കോന്നിന്ന് പിന്നെ അടൂരിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകാനൊരു ആഗ്രഹം വന്നിട്ടുണ്ട്? ഡെഫിനറ്റ്ലി. നമ്മൾ മിക്കവാറും അതുവഴി പാസ് ചെയ്യുമ്പം ഞാൻ ആ വീട്ടിൽ പോകും. അവിടെ അത്തച്ചി അമ്മച്ചി എന്ന് പറഞ്ഞാൽ വളരെ പ്രായമായവർ, അവരുടെ മക്കൾ, അവരെയൊക്കെ നമ്മൾ കാണും. ഡോക്ടർ, ഇപ്പോൾ UAE എത്തിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു റംലാൻ കാലഘട്ടത്തിൽ ഇവിടുത്തെ ജോലിയും ഒക്കെ എങ്ങനെയാണ് പോകുന്നത്? ടൈമിങ്സിനൊന്നും നമ്മൾ യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല. സർവീസ് എല്ലാ ക്ലിനിക്സിലും അവൈലബിൾ ആണ്. സ്റ്റാഫിന്റെ ടൈമിംഗ് അതിനനുസരിച്ച് നമ്മൾ മാറ്റുന്നുണ്ടല്ലേ? ഓക്കെ. അവിടെ ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇഫ്താറും കാര്യങ്ങളൊക്കെ ഒരുക്കാറുണ്ട്? ഡെഫിനറ്റ്ലി. നമുക്ക് ഈ പ്രാവശ്യം ഒരു വലിയൊരു ഇഫ്താർ നമ്മുടെ സ്റ്റാഫ്, ഡോക്ടേഴ്സ് എല്ലാവരും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഈ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് എത്താനുണ്ടായ ഒരു റീസൺ എന്താണ്? കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഡോക്ടർ അത് തന്നെ ചെയ്യാം എന്നൊരു ചിന്ത എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ ഹൗസ് സർജൻസി സമയമാണ്. ഹൗസ് സർജൻസിയിൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് എക്സ്പോഷർ കിട്ടും. പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ലേബർ റൂമിൽ വർക്ക് ചെയ്തിട്ട്. അപ്പം നമ്മൾ 2 ലൈഫാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അപ്പം അന്ന് കിട്ടിയ ആ ഒരു പേഷ്യൻസിൻ്റെ റെസ്പോൺസ്, നമ്മളൊരു ഹൗസ് സർജൻ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആളാണ്. പക്ഷേ എന്നാലും ആ അമ്മ നമ്മളെ ഓർക്കും.
ഡോക്ടറിന് എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റോറി ഉണ്ട്? ബിക്കോസ് ഒരുപാട് പ്രായം ചെന്ന ആൾക്കാർ അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് പ്രാർത്ഥന നോറ്റ് അല്ലെങ്കിൽ നോമ്പ് നോറ്റ് കുഞ്ഞുണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്ന പലരും ഉണ്ടായിരിക്കും. അങ്ങനെ പലരും ഡോക്ടറുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അതെന്തെങ്കിലും മനസ്സിൽ നിന്ന് തങ്ങി നിൽക്കുന്നുണ്ടോ? ഈ ഒരു സ്പെഷ്യലൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും, എല്ലാ ഡോക്ടേഴ്സ്, ഈ ഒരു സ്പെഷ്യലൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. നമുക്ക് അതിന് ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് പറയാൻ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. എന്നാൽ ഞാൻ പറയുന്ന വേറൊരു കാര്യം, ഈ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പ് നോക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഭക്ഷണം, വെള്ളം ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ റെഡി ആവുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു നോമ്പ് കാലത്ത് നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടാത്ത കുറേ കാര്യങ്ങൾ, സ്ട്രെസ്സും ടെൻഷനും ദേഷ്യവും വിദ്വേഷവും ഇതൊക്കെ മാറ്റി വെച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഈ വ്രതം എടുക്കുന്നത് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇത് തന്നെയാണ് എല്ലാ മതത്തിലും പറയുന്നത്. അപ്പം നമ്മൾ എല്ലാ റിലീജിയൻ, അതായത് ഇപ്പം നമ്മൾ ഈസ്റ്ററിന് മുമ്പാണെങ്കിലും ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പാണെങ്കിലും നമ്മൾ വ്രതം എടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഗുണം? നമ്മൾ നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്, കൊണ്ടു നടക്കുക. സ്ട്രെസ് വലിയൊരു ഫാക്ടർ തന്നെയാണോ? എല്ലാം, ഇത് സ്ട്രെസ്സും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യും. പ്രായം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ലൈഫിനെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ, പിന്നെ സയൻസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, എല്ലാവർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ലൈഫ് ലൈൻ്റെ ഒരു ഡ്രീം എന്താണ്? UAE പ്രൊജക്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇനി നിങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്? UAE എന്ന് പറഞ്ഞ ഒരു രാജ്യം ഒരു സ്വപ്നത്തിൻ്റെ പറുദീസയാണ്. അപ്പം നമുക്കാണെങ്കിൽ അതിനൊരു ഒരു സ്റ്റോപ്പില്ല. ഇവിടെ കഷ്ടപ്പെട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ വിഷനിൽ ഒരുപാട്, ഇപ്പം നമ്മുടെ ചുറ്റിനുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇവിടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. വിഷനിൽ ഡെഫിനറ്റ്ലി ചെയിൻ ഓഫ് ക്ലിനിക്സ്, പിന്നെ മദർ ആൻഡ് ചൈൽഡ്, IVF ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ വിഷനിലുള്ളത്. അപ്പോൾ ഡോക്ടർ ഒരുപാട് സന്തോഷമുണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തായാലും ഈ ഒരു പുണ്യമാസത്തിൽ നിങ്ങളുടെ ഗ്രൂപ്പിനും ലൈഫ് ലൈനും ഡോക്ടർക്കും ഡോക്ടറുടെ ഫാമിലിക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. Equity Plus presents Mohideen Wholesale Nakrat Ramadan, brought to you by Matajar, powered by RK Spices and Pulses, in association with Lifeline Healthcare Group, Al Fardan Exchange and Bima Jewelers.